ചെപ്പോക്കിലെ ദിനം ഇന്ന് അസ്തമയത്തിനും പുലരിക്കുമിടയിലെ ഇന്ത്യൻ വിധിയെഴുത്തിന്റെ നേരമാണ്. വീഴ്ചയിൽ ക്രൂശിലേറ്റിയാൽ 4-ാം നാളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അഹമ്മദാബാദിലെ ദുഃഖഭാരമിങ്ങ് ദക്ഷിണേന്ത്യൻ മണ്ണിലങ്ങ് മറന്നേക്കാം. ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയിൽ ഇനി ഈ നീലക്കടൽ ആർത്തലയ്ക്കും. ഇടം കൈകൾ സമ്പന്നമായിടത്തൊരു വലം കൈ കരുത്തിൻ അനിവാര്യമെന്ന് ജീവൻ മരണ പോരാട്ടത്തിൽ ഇന്ത്യ സത്യമറിഞ്ഞു. ആഫ്രിക്കൻ കരുത്തർക്ക് മുന്നിലെ വീഴ്ചയിൽ കിരീടമോഹത്തിനേറ്റ ക്ഷതമത് ചെറുതായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ തിരിച്ചുവരവിനായി ഇന്ത്യൻ ജനതയുടെ കാത്തിരിപ്പായിരുന്നു. തിരുത്തലുകൾ അനിവാര്യമെങ്കിൽ വിജയവഴിയിൽ സ്വപ്നങ്ങൾ ഉണരും. അതിലേറി വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള കനലെരിയും. സെമിയിലേക്കിനി 2 വിജയങ്ങളെങ്കിൽ ഓസീസും ലങ്കയും കടന്ന സിംബാബ്വൻ പോരാട്ട വീര്യത്തെ കടക്കുക നിസ്സാരമല്ല. ഒടുവിൽ നിറഞ്ഞ ഗ്യാലറിയിൽ ആരവങ്ങളുടെ അകമ്പടി ചാലിച്ച് സഞ്ജുവും അഭിഷേകും മൈതാനത്തേക്ക്. ഓസ്പിൻ കെണി പൊളിക്കാൻ സഞ്ജുവല്ലാതെ ഇന്ത്യക്ക് മുന്നിൽ മറ്റെന്താണ്? നിരാശയുടെ ഓപ്പണിംഗ് സഖ്യത്തെ ഇനി അങ്ങ് മറന്നേക്കാം. 24-മായി സഞ്ജു മടങ്ങുമ്പോൾ മോഹിപ്പിക്കുന്നൊരു തുടക്കം കണ്ട ആശ്വാസത്തിൽ ആരാധകരും. കിഷനും അഭിഷേകും ഇതാണ് യഥാർത്ഥ ഇന്ത്യ എന്നൊരു മറുപടിയാണ്. അർദ്ധശതകവുമായി ഫോം ഔട്ടിന്റെ കവചം കടന്ന് ബാറ്റിംഗ് വിസ്ഫോടനത്തിന്റെ അഭിഷേകരാവിൽ ഇന്ത്യൻ തിരിച്ചുവരവ് കണ്ടു. കിവികൾക്കൊപ്പം അന്ന് കണ്ട സുന്ദര നിമിഷങ്ങൾക്കൊരു പുനരാവിഷ്കരണം. ഇനി നായകന്റെ ഊഴമാണ്. മെല്ലെപ്പോക്കെന്ന വിമർശനങ്ങൾക്ക് അയാളുടെ ബാറ്റ് കൊണ്ടുള്ള മറുപടി. 13 പന്തുകളിൽ 33-മായി ആകാശമായവൻ സൂര്യ. കിഷന്റെ 38 ലക്ഷ്യത്തെ വലിയൊരു സ്കോറിൽ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒടുവിൽ ഹർദിക്കിന്റെ ഷോയിലും കണ്ടു മറവിയിൽ ആണ്ടുപോകാത്തൊരർദ്ധശതകം. സിംബാബ്വെ പ്രതീക്ഷകൾ ഈ ചെന്നൈ തീരത്തങ്ങ് ഉപേക്ഷിച്ചേക്കുക. 16 പന്തുകളിൽ 44-മായി തന്റെ പൊസിഷൻ ഇതാണെന്നുറപ്പിച്ച് തിലകിന്റെ സിക്സർ വിരുന്ന്. അങ്ങനെ അടിമുടി മാറിയൊരു സംഘമായി പുതുജന്മം തേടിയൊരു പ്രതീതിയിൽ ഇന്ത്യ 256. 97-മായി ബെന്നറ്റ് എന്നൊരൊറ്റയാനു മുന്നിൽ ഇന്ത്യയൊന്ന് വിറച്ചെങ്കിലും കഠിന വഴിയിലെ സിംബാബ്വൻ അധ്യായം കടന്ന് മുന്നോട്ടാണ്. 72 റൺസുകൾ അകലെ സിംബാബ്വെ വീഴുമ്പോൾ കഴിഞ്ഞുപോയ കണ്ണീർ കാലത്തെ ഇനി മറന്നേക്കാം. വിക്കറ്റ് 3കളുമായി അർഷദീപിന്റെ മിന്നും പ്രകടനത്തിന് കയ്യടികളാണ്. സ്റ്റമ്പുകൾക്ക് പിന്നിലെ വിശ്വസ്തൻ നമ്മുടെ മലയാളി എന്നൊരിക്കൽ കൂടി കണ്ടുകൊള്ളുക. ഇനിയൊരു കരീബിയൻ കരുത്ത് കടന്നാൽ സെമിയിൽ ഇന്ത്യക്കായി വേദിയൊരുങ്ങും. എളുപ്പമല്ലെന്നറിയാം. പക്ഷേ ദൗർബല്യം തിരിച്ചറിഞ്ഞു പോരാടുന്ന സംഘമായുള്ള ഈ പരിണാമത്തിൽ ഇന്ത്യക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. പ്രവചനങ്ങൾക്കതീതമായ ക്രിക്കറ്റ് മാമാങ്കത്തിൽ രാജ്യത്തിന്റെ പ്രതീക്ഷകളും പേറി ആ 11 പേരിൽ വിശ്വാസം ചേർത്തുവെക്കാം. മാർച്ചിലെ 1-ാം നാളിൽ വിൻഡീസ് വീര്യം തകർത്ത് ക്രിക്കറ്റ് സിംഹാസനം തേടി നീലപ്പടയ്ക്കൊപ്പം പ്രത്യാശയോടെ കാത്തിരിപ്പ്.